ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും യൂണിറ്റൈ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററായ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് കാണുന്ന ഒരു പിക്ചറാണ് ഒരു ടീച്ചർ ഒരു പിരമിഡിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ടീച്ചർ പറയുന്നുണ്ട് 130 മീറ്റർ ഹൈറ്റോളുള്ള ഓരോ പിരമിഡുകളും നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 70,000 കിലോഗ്രാം ഭാരമുള്ള ഓരോ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ സംശയമാണ്, അന്നത്തെ കാലത്ത് ഈ പിരമിഡ്സ് ഒക്കെ നിർമ്മിച്ച കാലത്ത് വലിയ ടെക്നോളജികളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ഇത്രയും ഭാരമുള്ള ഒബ്ജക്റ്റുകൾ എങ്ങനെ അവർ ഇതേപോലെ ഒരു കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചു എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ കുട്ടിയുടെ സംശയം എന്താണെന്നുള്ളതും അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളതും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊക്കെ പരിചയമുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇവിടെ രണ്ട് പിക്ചറിൽ കൊടുത്തുള്ളത്. ഫസ്റ്റത്തെ ലോഡിങ് എ ലോറി യൂസിങ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ചെരിഞ്ഞ പ്രതലത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോറിയിലേക്ക് ഒരുപാട് ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലോഡ് ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ പിക്ചർ ക്ലൈംബിംഗ് സ്റ്റെയർ യൂസിങ് റാംസിൻ്റെ സഹായത്തോടു കൂടി ഇതേപോലെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, തള്ളിക്കൊണ്ടുവന്നു. അപ്പോൾ ഈ രണ്ട് കേസുകളിലും എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെയിൻ ഇത് കുറക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതേപോലെയുള്ള റാമ്പ് ആണെങ്കിലും അതേപോലെ ഇൻക്ലൈൻഡ് പ്ലെയിനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാപ്റ്റർ എങ്ങനെയാണ് ഇതിൻ്റെ സയൻറ്റിഫിക് കോൺസെപ്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരുപാട് പിക്ചറുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു പിക്ചർ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഒരു ടിൻ എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചാണ് അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്താലും നമുക്കത് വലിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ചില സമയത്ത് സാധിച്ചോളുന്നില്ല. എന്നാൽ നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് ഓപ്പൺ ആവും. എന്നതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഫിഗർ നോക്കാം, നമ്മൾ നെയിൽ കട്ടിങ്. നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നെയിൽ കട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വളരെ എഫേർട്ട് കുറവ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നെയിൽ കട്ട് ചെയ്യാൻ സാധിക്കും. എന്ന പോലെ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് നമ്മൾ ഊരുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഒരു ഹാൻഡിലറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സാധിക്കും. ഇനി ലാസ്റ്റത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാട്ടർ പമ്പ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് അതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്താകുന്നു, വാട്ടർ വളരെ ഈസി ആയിട്ട് പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഈ ഹ്യൂമൻ എഫേർട്ട് കുറക്കാൻ സഹായിച്ച ഉപകരണങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആ ഉപകരണങ്ങൾക്ക് നമ്മൾ ജനറലായി പറയുന്ന പേരാണ് സിമ്പിൾ മെഷീൻ. അപ്പോൾ ഈ ഒരു കേസിൽ സ്പൂണാണ് ഇവിടുത്തെ സിമ്പിൾ മെഷീൻ. ഈ ഒരു കേസിൽ നമ്മുടെ നെയിൽ കട്ടറാണ് ഇവിടുത്തെ സിമ്പിൾ മെഷീൻ. ഇവിടെ ഈ ഓപ്പണറാണ് ഇവിടുത്തെ സിമ്പിൾ മെഷീൻ. ഇവിടെ ഈ കാണുന്ന പമ്പിംഗ് സിസ്റ്റമാണ് ഇവിടുത്തെ സിംപ്ലർ മെഷീൻ. അപ്പോൾ എന്താണ് സിംപ്ലർ മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ എഫേർട്ട്, നമ്മുടെ ഹാർഡ് വർക്ക്, അതേപോലെ നമ്മുടെ സ്ട്രെയിന് കുറക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ മെഷീൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ദീസ് ഡിവൈസസ് അലവിയേറ്റ് മീൻസ് റെഡ്യൂസ് എക്സേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ എക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്ക്, ഫോഴ്സ് പോലെയുള്ള കോൺസെപ്റ്റുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എഫേർട്ട് നമുക്ക് എങ്ങനെ കുറക്കാം എന്നുള്ളതാണ്, ഈ ഡിവൈസുകൾ എങ്ങനെയാണ് അതിന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദീസ് ഡിവൈസ് റെഡ്യൂസ് എക്സേഷൻ ബൈ ആക്ടിങ് ആസ് സിമ്പിൾ മെഷീൻ. സിമ്പിൾ മെഷീനായി ആക്ട് ചെയ്തിട്ടാണ് ഇവയെല്ലാം എക്സേഷൻ കുറക്കുന്നത്. എക്സേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വേർഡായി തോന്നുമെങ്കിലും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്ട്രെയിൻ, ഇതിലേതെങ്കിലും ഒരു കോൺസെപ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്, എക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് സിമ്പിൾ മെഷീൻസ്. അപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുപാട് നമ്മൾ ഒരുപാട് സിമ്പിൾ മെഷീൻസ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫെമിലിയർ ആണ്, നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല കോൺസെപ്റ്റുകളും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സസൈസ്, ഒരു ആക്ടിവിറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ സിമ്പിൾ മെഷീൻ ഇൻ ആക്ഷൻ, എങ്ങനെയാണ് സിമ്പിൾ മെഷീൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫിഗർ നോക്കാം. ഒരു നെയിൽ, ഒരു ആണി എന്താക്കിയിട്ടുണ്ട്, ഒരു വുഡൻ ബ്ലോക്കിൽ തറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹാൻഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കാണ്, വലിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ ഫിഗർ നോക്കുക, നമ്മൾ ഒരു പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെയിൽ പുള്ളി എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ട്, ഒരു സിമ്പിൾ മെഷീനാണ്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് ആ നെയിൽ വളരെ ഈസി ആയിട്ട് പോരും. അപ്പോൾ ഈ രണ്ട് കേസുകളിലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതിലാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഏതിലാണ് കുറവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഏതിലാണ് റിസൾട്ട് ഉള്ളത് എന്നാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം, ഇൻ വിച്ച് സിറ്റുവേഷൻ, ഫിഗർ 7.2 എയിലാണ് പറയുന്നത്, അതേപോലെ ഫിഗർ 7.2 ബിയിലും വാസ് മോർ ഫോഴ്സ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം, ഫസ്റ്റ് ഫിഗറിലാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം അതിന് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല നമ്മൾ ഇതേപോലെ ഒരു നെയിൽ പിടിച്ച് മുകളിലോട്ടേക്ക് നല്ല ഫോഴ്സ് കൊടുത്ത് വലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈ എന്താവും, പെയിൻ ആവുകയും ചെയ്യും. എന്നാൽ സെക്കൻഡ് കേസിൽ നമ്മൾ വലിയ ഫോഴ്സ് കൊടുക്കാതെ തന്നെ
നമ്മൾ വലിയ ഫോഴ്സ് കൊടുത്തിട്ട് മൂവ് ചെയ്യാത്ത ഈ നെയിൽ എന്താകുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് മുകളിലോട്ടേക്ക് റൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സിറ്റുവേഷൻ വാസ് മോർ ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എയിലാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഡിവൈസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് വി അപ്ലൈഡ് മെനി ഫോൾഡ്. നമ്മൾ കുറഞ്ഞ ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ വലിയ ഫോഴ്സായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് ഏത് കേസിലാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫിഗർ 7.2b നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കുറഞ്ഞ ഫോഴ്സാണ് കൊടുത്തതെങ്കിലും ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഫോഴ്സിനേക്കാൾ മടങ്ങ് 1, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മടങ്ങായിട്ടാണ് എന്തായിട്ടുള്ളത് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ സിമ്പിൾ മെഷീനാണ് ഇവിടെ ആക്ഷനിലുള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ മെഷീൻ എന്നുള്ളത് വളരെ ഈസിയായി മനസ്സിലായി. നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കുറക്കുന്ന ഉപകരണങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക, സിമ്പിൾ മെഷീൻ എന്ന് പറയുക. സിമ്പിൾ മെഷീൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സേഷൻ അഥവാ ഹാർഡ് വർക്ക്, എഫേർട്ട്, സ്ട്രെയിൻ പോലെയുള്ള കോൺസെപ്റ്റുകൾ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുറക്കുക എന്നുള്ളതാണ് സിമ്പിൾ മെഷീൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ചില കേസിൽ നമ്മൾ വലിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സിമ്പിൾ മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ വലിയ ഫോഴ്സായിട്ട് മൾട്ടിപ്ലൈഡ് ആയിട്ട് അത് മാറും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ചില എക്സസൈസുകൾ നോക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ പരിചയമായിട്ടുള്ള പിക്ചറുകളാണ്. ഒരാൾ കിണറിൽ നിന്ന് വെള്ളം എന്താക്കുന്നു, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ടേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് എന്താക്കുന്നു, വാട്ടർ കളക്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പാർട്ടുണ്ട്. ഈ ഒരു പാർട്ടിൻ്റെ സഹായത്തോടു കൂടി, അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതാണ് ഇവിടുത്തെ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെഷീൻ്റെ സഹായത്തോടു കൂടി എന്താക്കാണ്, വെള്ളത്തിന് മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ഇൻ ബോത്ത് സിറ്റുവേഷൻസ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് കേസിലും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാട്ടർ ലിഫ്റ്റിംഗ് ആണ്. എന്നാൽ രണ്ടിലും നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്, മുകളിലോട്ടേക്കാണ്. എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, താഴോട്ടേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഒരേ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഇറ്റ് മോർ കൺവീനിയൻറ്റ് ടു അപ്ലൈ ഫോഴ്സ്. ഏത് ഡയറക്ഷനിലാണ് കുറച്ചും കൂടിയും എളുപ്പം ഫോഴ്സ് കൊടുക്കുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. താഴ്ന്ന മുകളിലോട്ടേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടിയും ഹെവി ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ ഇതേപോലെ നമ്മൾ താഴോട്ടേക്കാണ് വലിക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയൊക്കെ നമുക്ക് എന്താ ചെയ്യാം, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാനും നമ്മൾ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആൻസർ എന്താണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഇറ്റ് മോർ കൺവീനിയൻറ്റ് ടു അപ്ലൈ ഫോഴ്സ്. അപ്പോൾ എന്താണ്, ഡൗൺവാർഡ് ഡയറക്ഷനാണ് കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി ഡൗൺവാർഡ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് എ പുള്ളി. ഒരു പുള്ളി യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഒരു പുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫേർട്ട് കുറയും. അപ്പോൾ എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, സ്ട്രെസ്സിന് നമ്മൾ ജനറലായി പറയുന്ന പേരാണ് എക്സേഷൻ. അപ്പോൾ ആൻസർ എന്താണ് പറയാം, ഇറ്റ് ക്യാൻ റെഡ്യൂസ് എക്സേഷൻ. എക്സേഷൻ നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കുക, റെഡ്യൂസ് എക്സേഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ സിറ്റുവേഷൻസ് ഇൻ ഫിഗർ 7.2a, b, 7.3a, b ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് സിറ്റുവേഷൻ ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് വി അപ്ലൈഡ് ഇൻക്രീസ് മെനി ഫോൾഡ്. അപ്പോൾ ഈ രണ്ട് ഫിഗറിലും ഏത് കേസിലാണ് നമ്മൾ കൊടുത്ത ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സായിട്ട് ഫോം ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൻസർ ഏതായിരിക്കും, സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയിലായിരിക്കും നമ്മൾ കൊടുത്ത ഫോഴ്സിനേക്കാൾ മടങ്ങായിട്ട് ഫോഴ്സ് എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ഇനി വിച്ച് ഡിവൈസ് ഇൻക്രീസ് ദ എഫക്റ്റ് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് മെനി ഫോൾഡ്. അപ്പോൾ ഏത് ഡിവൈസാണ് ഇൻക്രീസ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, നമ്മുടെ സിമ്പിൾ മെഷീൻസ് ആണ്, സിമ്പിൾ മെഷീൻസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിവൈസ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു കേസിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുള്ളി എന്ന് പറയുന്ന പാർട്ടാണ് നമുക്ക് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സിമ്പിൾ മെഷീനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, പുള്ളി. വിച്ച് ഡിവൈസ് ഹെൽപ്പ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, പുള്ളി. അപ്പോൾ ഇതിന് ജനറലായിട്ട് പുള്ളി എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് എന്ത്, സിമ്പിൾ മെഷീൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സിമ്പിൾ മെഷീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, പുള്ളി എന്ന് വേണമെങ്കിലും എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും, സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അളവ് കുറക്കാനും സാധിക്കും എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ ചില കേസിൽ നമ്മൾ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് വലിയ ഫോഴ്സ് ആയിട്ട് എന്താക്കാൻ പറ്റും,
രൂപപ്പെടാനും സാധിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റിലോട്ടേക്ക് കിടക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സിമ്പിൾ മെഷീൻ. ഇതുവരെ നമ്മൾ പഠിച്ച മുഴുവൻ കോൺസെപ്റ്റുകളും ഈ 2 പോയിന്റിലോട്ടേക്ക് ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാണ് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മൾ സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അളവാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അളവിൽ ചേഞ്ച് വരും എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ചേഞ്ചസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരു വാട്ടർ കിണറിൽ നിന്ന് മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അതിൻ്റെ അളവും നമ്മളൊരു പുള്ളി യൂസ് ചെയ്തിട്ട് താഴോട്ടേക്ക് വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവും ടോട്ടലി അതെന്തായിരിക്കും? ഡിഫറൻറ്റ് ഉണ്ടാവും. അവരുടെ ഫോഴ്സ് ഒരു ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ പുള്ളി എന്ന് പറയുന്ന അഥവാ സിമ്പിൾ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചേഞ്ച് ആകും എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഒന്ന് ചേഞ്ച് ആവുന്നത് മാഗ്നിറ്റ്യൂഡാണ്. ഇനി രണ്ടാമത് ചേഞ്ച് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു കേസ് ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിതേപോലെ ഒരു പുള്ളി പോലുള്ള ഒരു സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ലോഡ്, അതായത് നമ്മളിപ്പോൾ നേരത്തെ കേസിൽ വാട്ടറിനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ വാട്ടറിനെ നമ്മൾ റൈസ് ചെയ്യുന്ന ആക്ച്വലി മുകളിലോട്ടേക്കാണ്. എന്നാൽ ഒരു പുള്ളി വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? താഴോട്ടേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, രണ്ടാമത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാറും. അപ്പോൾ ഈ 2 പോയിൻറ്റ് നിർബന്ധമായിട്ടും സിമ്പിൾ മെഷീൻ്റെ അഡ്വാൻറ്റേജസിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് എല്ലാവരും ഓർത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ടേക്ക് പോകാം. ഇനി സിമ്പിൾ മെഷീൻസ് എന്താണെന്നും സിമ്പിൾ മെഷീൻ്റെ ചില പ്രത്യേകതകൾ, പെക്യുലാരിറ്റീസ് എന്താണെന്നുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. സിമ്പിൾ മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓർ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓർ ബോത്ത്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ചില കേസിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒരുമിച്ച് മാറ്റുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഇനി മറ്റു പെക്യുലാരിറ്റീസിലേക്ക് നമുക്ക് നോക്കാം. സിമ്പിൾ മെഷീൻസ് ആർ മെഷീൻസ് ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു ഡു വർക്ക് വിത്ത് ലെസ് എഫേർട്ട്. വളരെ കുറഞ്ഞ എഫേർട്ടോട് കൂടി ആക്ടിവിറ്റീസ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ മെഷീൻസ് എന്ന് പറയാം. മാത്രമല്ല ഈ സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. അപ്പം വളരെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഓൾ മെഷീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സിമ്പിൾ മെഷീൻസ്. നമ്മൾ മെഷീൻ അല്ലെങ്കിൽ ഡിവൈസുകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവയുടെ പ്രത്യേകത ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും. മെഷീൻസ് ആർ ഡിവൈസസ് ദാറ്റ് റെഡ്യൂസ് ഹ്യൂമൻ എഫേർട്ട്. ഹ്യൂമൻ എഫേർട്സ് കുറക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾക്കാണ് നമ്മൾ എന്താ പറയുക? മെഷീൻ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഏതൊരു മെഷീൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ ഒരു മെഷീനിൽ ഒന്നിലധികമോ സിമ്പിൾ മെഷീൻസിൻ്റെ കോൺസെപ്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളുടെ ഹ്യൂമൻ എഫേർട്ടിനെ കുറക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സൈക്കിളിൽ ഗിയർ വരുന്നുണ്ട്. ആ ഗിയറാണ് അവിടെ എന്താവുന്നത്? ഗിയർ വരുന്നുണ്ട്, വീല് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്താക്കുന്നത്? നമ്മുടെ റൈഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ എഫേർട്ടിനെ കുറക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഏതൊരു മെഷീനാണെങ്കിലും അതിൽ ഒന്നിലധികമോ സിമ്പിൾ മെഷീൻസ് ഉണ്ടാകുമെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സിമ്പിൾ മെഷീൻസ് ഇൻക്ലൂഡ് ലിവേഴ്സ്. ചില സിമ്പിൾ മെഷീൻസിന് എക്സാമ്പിൾസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തേതാണ് ലിവർ എന്ന് പറയുന്നത്, രണ്ടാമത്തത് പുള്ളി. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു എക്സ്പെരിമെൻറ്റിൽ കണ്ടു പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് വീൽ ആൻഡ് ആക്സിൽസ്. നമ്മളുടെ വെഹിക്കിൾസിൽ അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ മൊത്തം കാണുന്ന സിമ്പിൾ മെഷീൻസിന് എക്സാമ്പിളാണ് വീൽസും ആക്സിൽസും. പിന്നെ വെഡ്ജസ്. ഇപ്പോൾ നമ്മൾ വുഡൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഷാർപ്പായിട്ടുള്ള നൈഫ്, ആക്സൊക്കെയാണ് എന്താവുന്നത്? വെഡ്ജസ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ വെഡ്ജസ് WEDGES ഇത് ഓർത്തുക. ഇത് കുറച്ച് ഡിഫറൻ്റ് ആണ്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയറായി യൂസ് ചെയ്യുന്ന സാധനമാണ് വെഡ്ജസ് എന്നുള്ളത് ഓർത്തുക. അടുത്തതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. നമ്മളൊരു ലോറിയിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റ് കയറ്റുന്ന സമയത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കയറ്റാൻ സാധിക്കും. അതേപോലെ ഗിയറുകൾ നമ്മൾ സൈക്കിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഓട്ടോമൊബൈൽ കോൺസെപ്റ്റുകളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നത് എന്തായിരിക്കും? അടുത്തടുത്ത് വെച്ചുള്ള ഗിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഗിയറിൻ്റെ റൊട്ടേഷൻ കാരണം മറ്റൊരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സിമ്പിൾ മെഷീൻ്റെ എക്സാമ്പിളാണ് എന്ത് പറയുന്നത്? ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചത് മുഴുവനും സിമ്പിൾ മെഷീൻ്റെ പെക്യുലാരിറ്റീസ് ആണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട 2 പോയിൻറ്റ്, ഒന്ന് സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് ചേഞ്ച് ആകും എന്നുള്ളതാണ്. രണ്ടാമത്തെ സിമ്പിൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് ഹ്യൂമൻ എഫേർട്ട് കുറക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾക്കാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയാം. നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ വളരെ ക്വിക്കായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റായി ചെയ്യാൻ നമ്മൾ സിമ്പിൾ മെഷീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഏതൊരു മെഷീനാണെങ്കിലും ഒന്നിലധികമോ സിമ്പിൾ മെഷീൻസ് അതിൽ പാർട്ടായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു. ആ എക്സാമ്പിൾസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നും അവയുടെ പിക്ചറുകൾ നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ വളരെ തിയററ്റിക്കൽ കോൺസെപ്റ്റിലുള്ളതാണ്, മാത്രമല്ല വളരെ നമ്മൾ റിയൽ ലൈഫായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസും കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആർ നെയിൽ പുള്ളേഴ്സ് ആൻഡ് പുള്ളീസ് ദ ഓൺലി സിമ്പിൾ മെഷീൻ. ഇപ്പോൾ നമ്മൾ ചെയ്ത 2 എക്സാമ്പിളാണ്, ഒന്ന് നെയിൽ പുള്ളറും അതേപോലെ നമ്മൾ വാട്ടർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പുള്ളീസും. ഇവ മാത്രമാണോ സിമ്പിൾ മെഷീൻസ് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇവ കൂടാതെ തന്നെ 6 ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻസുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് ലിവർ. ഇപ്പോൾ നമ്മൾ സീസോ ഒക്കെ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സീസോനിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നതാണ് എന്ത്? ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു സൈഡിൽ നല്ല വെയിറ്റ് ഉള്ള ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു വെയിറ്റ് കുറവുള്ളതാണെങ്കിൽ പോലും നമുക്ക് സീസോൻ്റെ ആക്ടിവിറ്റി ചെയ്യാൻ തടസ്സം ഉണ്ടാവാറില്ല. കാരണം എന്താണ്? അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ലിവർ എന്ന് പറയുന്ന പാർട്ടാണ്. ഇനി രണ്ടാമത്തെ കേസ് പുള്ളി. നമ്മൾ വാട്ടർ മുകളിലോട്ടേക്ക് ഒരു വെല്ലിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന യൂസ് ചെയ്യുന്ന സിമ്പിൾ മെഷീനാണ് എന്ത് പറയുന്നത്? പുള്ളി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. മൂന്നാമത്തെ വീൽ ആൻഡ് ആക്സിൽ. വീലിൻ്റെ സഹായത്തോടു കൂടിയാണ് റൊട്ടേഷൻ മൂവ്മെൻറ്റ് ഈസി ആവുക. ആക്സിലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. ഇനി ഇതേപോലെ വുഡ് കട്ട് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷാർപ്പ് എൻഡിങ് ഉള്ള പാർട്ടുകൾക്കാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയാം. അത് ആക്സ് ആയാലും അല്ലെങ്കിൽ നൈഫ് ആയാലും ഒക്കെ ആ കാറ്റഗറിയിലേക്ക് വരും. പിന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എന്താണ്? ഒബ്ജക്റ്റ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഒരു ലോ റീജിയനിൽ നിന്ന് ഹൈ റീജിയനിലേക്ക് കൊണ്ടുപോകാൻ എന്താക്കും സാധിക്കും. ഇനി ലാസ്റ്റ് ഒന്നാണ് ഗിയർ. നമ്മളെല്ലാവരും വെൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന 6 പാർട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളതും. ഇവയാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു മെഷീൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ 6 ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ പാർട്ടുകൾ നമുക്ക് ആ ഒരു മെഷീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ മെഷീൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ടേക്ക് കടന്നു വരേണ്ടത് വിച്ച് റിഡ്യൂസ് ഹ്യൂമൻ എഫേർട്ട്. നമ്മുടെ ഹ്യൂമൻ എഫേർട്ട് കുറക്കാൻ സഹായിക്കുന്ന ഡിവൈസുകൾക്കാണ് എന്ത് പറയുക? മെഷീൻസ് എന്ന് പറയാം. അപ്പോൾ അതിലുള്ള സിമ്പിൾ മെഷീൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവയുടെ വർക്കിംഗ് പഠിക്കാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് കൺസിഡർ സം ഫെമിലിയർ സിറ്റുവേഷൻ. നമുക്ക് പരിചയമുള്ള ചില സിറ്റുവേഷൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മളൊരു നാരങ്ങ, ഒരു ലെമൺ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സോസ് എടുക്കുന്നതിനുള്ള ഒരു പാർട്ടാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ കോൺസെപ്റ്റ് നോക്കാം. ഇവിടെ F1 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എന്താക്കുന്നത്? ഈ ഒരു പാർട്ട് സിമ്പിൾ മെഷീനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ F1 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ട് അപ്പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടുന്ന് മുകളിലോട്ടേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ഒരു സ്ഥലത്തും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മറ്റൊരു സ്ഥലത്തുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോഴ്സ് വി അപ്ലൈ ഓൺ ദ ലെമൺ സ്ക്യൂസർ? ലെമൺ സ്ക്യൂസറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F1 ആണോ F2 ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം F1 ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. അപ്പോൾ F1 ആണ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും നോട്ട് ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത് തരാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ദ ലെമൺ അപ്ലൈസ് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് വി അപ്ലൈ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എതിരെ കൊടുക്കുന്ന ലെമൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പിക്ചർ കണ്ടാൽ തന്നെ കാണാൻ സാധിക്കും F2 എന്ന് പറയുന്ന ഫോഴ്സാണ്. ഇനി അതിൽ തൊട്ട് താഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. വെൻ എ ലെമൺ സ്ക്യൂസർ ഈസ് യൂസ്ഡ് ആസ് എ സിമ്പിൾ മെഷീൻ. ഒരു ലെമൺ സ്ക്യൂസർ നമ്മൾ ഒരു സിമ്പിൾ മെഷീനായി യൂസ് ചെയ്യുന്ന സമയത്ത് ദ ഫോഴ്സ് വി അപ്ലൈ ടു സ്ക്യൂസ് ദ ലെമൺ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പേര് പറയുക? എഫേർട്ട് എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? എഫേർട്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കൊടുത്ത ഫോഴ്സ് കാരണം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ലെമൺ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പേര് പറയുക? ലോഡ് എന്ന് പറയാം. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്, ഈ 2 കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എഫേർട്ടും ഒന്ന് ലോഡും. ഒന്ന് എഫേർട്ടും ഒന്ന് ലോഡും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് പേര് പറയും? എഫേർട്ട് എന്ന് പറയും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ എന്ത് പേര് പറയും? ലോഡ് എന്ന് പറയും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മുഴുവനും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർമ്മയിൽ വേണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിവിടെ കൊടുത്ത ഈ ഫോഴ്സിനാണ് എന്ത് പറയുക? എഫേർട്ട് എന്ന് പറയുക. ഇവിടെ ഇത് ആക്ട് ചെയ്ത എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? ലോഡ് എന്ന് പറയാമെന്നുള്ളത് ഓർമ്മയിൽ വേണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കണ്ടൻറ്റിലേക്ക് പോകാം. ഈ ഒരു കേസിൽ ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്താണ് നെയിൽ പുള്ളി. എങ്ങനെയാണ് ഒരു നെയിൽ ഒരു വുഡൻ ബോക്സിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ദ ഫോഴ്സ് വി അപ്ലൈ ടു എ സിമ്പിൾ മെഷീൻ ഈസ് ദ എഫേർട്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു സിമ്പിൾ മെഷീൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് എഫേർട്ട് എന്ന് പറയുക. ദ ഫോഴ്സ് ദാറ്റ് ദ സിമ്പിൾ മെഷീൻ ഹാസ് ടു ഓവർകം ഈസ് ദ ലോഡ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റായി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? ലോഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെയാണ്.
എന്നാൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണ് എഫേർട്ട് ഫോം ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യുക? ലോഡ് ഫോം ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പിക്ചറുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കാം, നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് വലിയ വലിയ കല്ലുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഒബ്ജക്റ്റുകളൊക്കെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നീക്കാൻ ചില സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു അയൺ പീസൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതേപോലുള്ള അയൺ പീസ് പോലുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയൊരു റോഡിനാണ് നമ്മൾ എന്ത് പറയുക? ലിവർ എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ലിഫ്റ്റിംഗ് എ സ്റ്റോൺ വെയിങ് 400 ന്യൂട്ടൺ. അപ്പോൾ 400 വെയിറ്റുള്ള ഒരു സ്റ്റോണ് നമ്മൾ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു പിക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂസിങ് എ ക്രോബാർ. അപ്പോൾ ഈ കാണുന്ന ഈ റോസ് കളറിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ പാർട്ടിനാണ് നമ്മൾ എന്ത് പേര് പറയുക? ക്രോബാർ എന്ന് പറയാം. അപ്പോൾ ക്രോബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ലിവറിനെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, ഫൾക്രം എന്ന് പറയും. ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ആ പൊസിഷനാണ് നമ്മൾ എന്ത് പേര് പറയുക? ഫൾക്രം എന്ന് പറയാം. അപ്പോൾ ഫൾക്രം പൊതുവേ നമ്മുടെ ഈ ഒരു കേസിൽ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ കുട്ടി അപ്ലൈ ചെയ്യുന്ന എഫേർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. ഈ കുട്ടി ആകെ 100 ന്യൂട്ടൺ എഫേർട്ടാണ് ഇടുന്നത്, അതായത് 100 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ 400 ന്യൂട്ടൺ ലോഡുള്ള ഒരു ഒബ്ജക്റ്റിനെ ഈ 100 ന്യൂട്ടൺ ഫോഴ്സ് കൊണ്ട് ഈ കുട്ടിക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ മെഷീൻസിന് എന്തിനു കഴിവുണ്ട്? വളരെ കുറഞ്ഞ എഫേർട്ട് ഇട്ടാൽ തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വെയിറ്റ് ലിഫ്റ്റഡ് യൂസിങ് ദ ക്രോബാർ? എത്രയാണ് ക്രോബാർ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 400 ന്യൂട്ടൺ. അപ്പോൾ വെയിറ്റ് ആണ്, അതുകൊണ്ടാണ് 400 ന്യൂട്ടൺ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ്? എത്ര അളവിലാണ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, 100 ന്യൂട്ടൺ ഫോഴ്സാണ് എന്താക്കിയുള്ളത്? അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഇവിടുത്തെ എഫേർട്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹൗ മെനി ടൈംസ് ഡിഡ് ദ എഫക്റ്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഇൻക്രീസ്? നമ്മൾ കൊടുത്ത ഫോഴ്സ് 100 ന്യൂട്ടൺ ഫോഴ്സ് എത്ര തവണയാണ് ഇൻക്രീസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര തവണയാണ് ഇൻക്രീസ് ചെയ്തത്? 100 ന്യൂട്ടൺ ഫോഴ്സ് 400 ന്യൂട്ടൺ ആയിട്ടുണ്ടെങ്കിൽ 4 ടൈംസ് ആണ് എന്താക്കിയിട്ടുള്ളത്? ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് 4 ടൈംസ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ ക്രോബാർ? ഒരു ക്രോബാർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? നമ്മുടെ ഹ്യൂമൺ എഫേർട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൺ എഫേർട്ടോ ഹാർഡ് വർക്കോ സ്ട്രെയിനോ, അതിന് ജനറലായി നമ്മൾ പറയുന്ന പേരാണ് എക്സേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? എക്സേഷൻ ഈസ് റെഡ്യൂസ്ഡ്. എക്സേഷൻ എന്തായിട്ടുണ്ട്? എക്സേഷൻ ഈസ് റെഡ്യൂസ്ഡ്. എക്സേഷൻ കുറഞ്ഞു. എക്സേഷൻ ഈസ് റെഡ്യൂസ്ഡ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, എക്സേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കുറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, നമ്മൾ ചെറിയ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ n നമ്പർ ഓഫ് ടൈംസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ സിമ്പിൾ മെഷീൻസിന് സാധിക്കുമെന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഷോർട്ട് ഫോമാണ് MA എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലോഡ് ടു ദ എഫേർട്ട്. നമ്മളിപ്പോൾ എന്താണ് ലോഡ് എന്ന് പഠിച്ചു, എന്താണ് എഫേർട്ട് എന്ന് പഠിച്ചു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? എഫേർട്ട് എന്ന് പറയാം. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? ലോഡ് എന്ന് പറയാം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. ആ റേഷ്യോ എന്താണ്? ലോഡ് ബൈ എഫേർട്ട്. നമ്മുടെ ലോഡും എഫേർട്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ഡിവൈസിൻ്റെ, ഏതൊരു സിമ്പിൾ മെഷീൻ്റെയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് റേഷ്യോ ഓഫ് ലോഡും എഫേർട്ടും ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്കത് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇറ്റ് ഈസ് എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഹൗ മെനി ടൈംസ് ഓഫ് ദ ലോഡ് ഈസ് ദ എഫേർട്ട്. എത്രത്തോളമാണ് ലോഡ് എഫേർട്ടിനോട് ഉള്ളത് എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണെന്ത്? നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒരു റേഷ്യോ മാത്രമാണ്, അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാകില്ല എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി എങ്ങനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ വാസ് അപ്ലൈഡ്. അപ്പോൾ ഇവിടെ അപ്ലൈഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് കടന്നു വരണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും എന്ത് പറയുന്നത്? എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എഫേർട്ട് എത്രയെന്നുള്ളത് നമുക്ക് കിട്ടി 40 ന്യൂട്ടൺ. ഇനി ഓൺ എ നെയിൽ പുള്ളർ ടു പുള്ള എ നെയിൽ, ഒരു നെയിൽ പുള്ള ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സാണ് 40 ന്യൂട്ടൺ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ നെയിൽ പുള്ളർ വാസ് 3. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്? 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു എത്രയാണ്? 3.
അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് വാട്ട് വുഡ് ബി ദ ലോഡ് അപ്ലൈഡ് ബൈ ദ നെയിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ലോഡ് എന്ന് പറയുന്ന ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് 3 ആണ്. ഇനി എഫേർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 40 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഇത് 40 ന്യൂട്ടൺ എഫേർട്ടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? എ ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ വാസ് അപ്ലൈഡ് എന്നുള്ള വേർഡിൽ നിന്നാണ് നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എം എ ഈക്വൽ ടു എന്തായി മാറും? എം എ ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട എഫേർട്ടാണ്. അപ്പോൾ എഫേർട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എഫേർട്ട് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ലോഡായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലോഡ് കണ്ടുപിടിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എഫേർട്ട് ഇങ്ങോട്ട് ഇടുന്ന സമയത്ത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട് ഈക്വൽ ടു എന്ത് വരും? ലോഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം, 3 ആണ്. അതേപോലെ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 40 ന്യൂട്ടൺ ആണ്. അപ്പോൾ 3 × 40 ന്യൂട്ടൺ ആണ് എന്ത് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 × 40 എന്ന് പറയുമ്പോൾ 120 വരും. നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോഡാണ്. ലോഡും എഫേർട്ടും ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതും ഓർത്ത് വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷനാണ് ലോഡ് ബൈ എഫേർട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ഫാക്ടർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാം. ലോഡും എഫേർട്ടും ആണ് തരുന്നത് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എഫേർട്ടും ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലോഡ് കണ്ടുപിടിക്കാം. അതാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്തത്. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ലോഡും ആണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫേർട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ തറവായി പഠിച്ചു വെക്കുക. ഇതെന്തായാലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിലോട്ടേക്ക് കിടക്കാം. ഡു ഓൾ സിമ്പിൾ മെഷീൻസ് ഹാവ് ദ സെയിം യൂസ്? എല്ലാ സിമ്പിൾ മെഷീനും ഒരേ യൂസ് തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലിവർ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ 6 എക്സാമ്പിൾ ആദ്യമായി പഠിച്ചത്. ആ എക്സാമ്പിളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആർക്കിമിഡിസ് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, ഗിവ് മി എ ലിവർ ലോങ് ഇനഫ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റാൻഡ് ഐ വിൽ മൂവ് ദ എർത്ത്. ഭൂമിയെ പോലും മൂവ് ചെയ്യാൻ ഒരു ലിവറിന് സാധിക്കും, എന്നാൽ ആ ലിവറിന് അതിൻ്റേതായിട്ടുള്ള വലിപ്പവും അതേപോലെ അത് വെക്കാനുള്ള ഒരു ഫിക്സ്ഡ് സ്റ്റാൻഡും കാര്യങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു ക്രൈറ്റീരിയ. അപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മെഷീൻസിൻ്റെ വർക്ക് എഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ കോട്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ലിവർ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ കാണുന്ന ഈ ഒരു പാർട്ടാണ് ഈ ഒരു കേസിലെ ലിവർ, ഈ ഒരു കേസിലെ പാർട്ടാണ് ഈ കാണുന്ന ലിവർ. പിന്നെ നമ്മുടെ സീസോ ഉണ്ട്, സീസോയിലൊക്കെ ഈ കാണുന്ന ഈ ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ ഈസ് എ റിജിഡ് റോഡ് ദാറ്റ് ക്യാൻ റൊട്ടേറ്റ് അറൗണ്ട് എ ഫിക്സ്ഡ് പോയിന്റ് കോൾഡ് ഫൾക്രം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫൾക്രം എന്ന് പറയുന്നത്. നമ്മുടെ ലിവർ എന്ന് പറയുന്ന സിമ്പിൾ മെഷീന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊസിഷനാണ് നമ്മൾ എന്ത് പറയുക? ഫൾക്രം എന്ന് പറയാം. അപ്പോൾ ഈ ഫൾക്രം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള നമ്മുടെ ടോപ്പിക്കുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പൊസിഷൻ ദാറ്റ് സപ്പോർട്ട്സ് ദ റോഡ് യൂസ്ഡ് ആസ് ദ സിമ്പിൾ മെഷീൻ. ഈ ഫിഗറുകളിലൊക്കെ തന്നെയും നമ്മുടെ സിമ്പിൾ മെഷീനായി യൂസ് ചെയ്തിട്ടുള്ള റോഡ് അഥവാ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിന് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന എഫേർട്ടാണ്, രണ്ടാമത്തെ ലോഡാണ്, മൂന്നാമത്തെ ഫൾക്കറാണ്. നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്താണ് നമ്മുടെ ലിവർ അല്ലെങ്കിൽ റോഡിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പേര് പറയുക? ഫൾക്രം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫൾക്രം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർ ഈസ് ദ ഫൾക്രം ഇൻ കോമൺ ബാലൻസ്, സീസോ എക്സെട്ര? കോമൺ ബാലൻസിലും അതേപോലെ സീസോയിലും എവിടെയാണ് ഫൾക്രം എന്ന് പറയുന്ന പാർട്ട് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കും ഫൾക്രം എന്ന് പറയുന്ന പാർട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് എന്താവുന്നത്? സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിലൊരു കോൺസെപ്റ്റ് ഓർമ്മ വേണം, ഫൾക്രം എപ്പോഴും സെൻട്രലായി സിറ്റുവേറ്റ് ചെയ്യില്ല, കേസുകളിൽ വരുമ്പോൾ അത് മാറും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെയാണ് കേസുകളെന്നും ഏതൊക്കെയാണ് മറ്റ് സിമ്പിൾ മെഷീൻസ് എന്നുള്ളതും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്